വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനാണ്. ക്യാബേജും കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നു. ഇതിൽ ക്യാബേജ് കൂടുതൽ നിൽക്കണം, ക്യാരറ്റ് കുറച്ച് മതിയാവും. എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം എന്നെനിക്കറിയാമെങ്കിലും ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്ത് പഠിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കൂടുതൽ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് തേങ്ങ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. ക്യാബേജ് തോരന് കുറച്ച് തേങ്ങ കുറച്ച് മുമ്പിലോട്ട് നിൽക്കണം. അത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 3-4 പച്ചമുളക്, പിന്നെ ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വേണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില തണ്ടോട് കൂടിയത് എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ തണ്ടും കൂടെ ഇടുന്നത് എപ്പോഴും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അതും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് കടുക് ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ഉപ്പ് വേണം, പിന്നെ വേണ്ടത് എണ്ണ. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക് ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് കടുക് ജീരകം ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവട്ടെ. ഇത്ര മതിയാവും. തീ കുറച്ച് വെക്കുക. ഇനി നമുക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ക്യാബേജ് പറഞ്ഞ് കുറച്ച് തേങ്ങ കൂടുതൽ വേണം. ഇത് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ക്യാബേജ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിന് വേവാൻ ആവശ്യമായ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് ഇളക്കി വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച്
വേവിച്ചെടുക്കാം. ഞാനിത് അടച്ചു വെച്ചു. അതവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് നോക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി നോക്കുക. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വെക്കേണ്ടതാണ്. നമുക്കിതിനി തുറന്ന് നോക്കാം. നന്നായിട്ട് ആയി വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത്, ഒരുപാട് അങ്ങ് വെന്ത് അവിഞ്ഞു പോകണ്ട. ജസ്റ്റ് കടിക്കുന്ന തരത്തിൽ വേണം ആവാൻ. ഇത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ ഉപ്പ് നോക്കിയിരുന്നു, എല്ലാം കറക്റ്റാണ്. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കുക്ക് ചെയ്യാൻ. ഒരുപാട് ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്ത് കുക്ക് ചെയ്യരുത്. ആദ്യമേ കുറഞ്ഞ അളവിൽ വേണം ഉപ്പ് ചേർത്ത്, ചെറിയ രീതിയിൽ ഉപ്പ് ചേർത്ത് വേണം നമ്മൾ ആദ്യമേ കുക്ക് ചെയ്യാൻ തുടങ്ങാൻ. ഒരുപാട് ഉപ്പ് ചേർത്ത് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങരുത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടിട്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ക്യാബേജും ക്യാരറ്റും കൂടെ ചേർന്ന ഒരു നല്ലൊരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്.